എല്ലാവർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതാ കുഞ്ഞ് ഒരു സ്ലിം ബാഗാണ് കേട്ടോ. വിഷുവൊക്കെ ആയതുകൊണ്ട് ഒരു കണിക്കൊന്ന പൂവൊക്കെ ഞാൻ അതിൽ വരച്ചിട്ടുണ്ട്. സാരി ബോർഡറും പിന്നെ കുറച്ച് തുണിയും കൂടി ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സ്ലിം ബാഗ് പെട്ടെന്ന് തയ്ച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് പെട്ടെന്ന് തയ്ക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ പീസ് വൈറ്റ് കളർ തുണി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വശത്ത് ഞാൻ സ്റ്റിഫ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൽ ഡിസൈൻ വരച്ചിട്ടുണ്ട്. നമ്മുടെ കണിക്കൊന്ന പൂവിൻ്റെ ഒരു ഡിസൈനാണ് വരച്ചിരിക്കുന്നത്. ഇനി ഇതൊന്ന് പെയിൻറ്റിങ്ങും കൂടെ ചെയ്ത് ആദ്യം ഒന്ന് എടുക്കണം കേട്ടോ. അതിനുവേണ്ടി ഞാനിവിടെ മോഡൽ പെയിൻറ്റിങ്ങാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വിഷുവൊക്കെ അല്ലേ, അപ്പോൾ കണിക്കൊന്ന പൂവിൻ്റെ ഒരു ചെറിയ ഡിസൈൻ കൊടുത്തേക്കാം ഇന്നത്തെ നമ്മുടെ സ്ലിം ബാഗിൽ നിന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ ഈ പൂവൊക്കെ അങ്ങ് വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതാ ഗ്രീൻ കളർ എടുത്തിട്ട് ആ ലീഫിൻ്റെ ഭാഗത്തങ്ങ് ഗ്രീൻ അങ്ങ് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതൊന്നും വലിയ അറിയേണ്ട കാര്യമൊന്നും ഇല്ല. നമുക്ക് പെയിൻറ്റിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊക്കെ നമുക്ക് തന്നെ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. അത്ര പെർഫെക്ഷനൊന്നും ആയില്ലെങ്കിലും കുറച്ചൊക്കെ അത്യാവശ്യം ഒരു ലീഫിൻ്റെയൊക്കെ ഒരു ഷേപ്പിലൊക്കെ നമുക്ക് വരച്ചെടുക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ നമ്മുടെ ആ ലീഫിനൊന്ന് ഗ്രീൻ കളർ കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ആ ലീഫിനെല്ലാം ഗ്രീൻ കളർ കൊടുക്കുക. പിന്നെ അതിൻ്റെ ആ ഒരു തണ്ടിനും ആ ഒരു ഗ്രീൻ കളറാണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ലീഫിൻ്റെ എല്ലാം ആ കളറ് ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഇനി പൂവിന് നമ്മൾ മഞ്ഞ കളറാണ് കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ കണിക്കൊന്നയ്ക്ക് മഞ്ഞയും ഗ്രീനും ആണല്ലോ വരുന്നത്. നമ്മൾ ഇതുപോലെ പെയിൻറ്റിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പൂവിനും ലീഫിനും ഒക്കെ നല്ല കളർ കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു വട്ടം ഒന്ന് പെയിൻറ്റ് ചെയ്തതിന് ശേഷം അതൊന്ന് ഉണങ്ങിയതിന് ശേഷം വീണ്ടും രണ്ടാമത്തെ കോട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒന്നും കൂടെ ടച്ചപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴേ നല്ല കളറിൽ കിട്ടത്തുള്ളൂ കേട്ടോ. പൂവിനെല്ലാം യെല്ലോ കളർ കൊടുക്കും. അതിൻ്റെ ആ പൂവിൻ്റെ നടുക്കായിട്ട് ചെറുതായിട്ട് ഗ്രീൻ കളർ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റ് എൻഡിലേക്ക് വന്നു കഴിയുമ്പോൾ ചെറിയ മുട്ട് പോലെയാണ് വന്നിരിക്കുന്നത്. മുട്ടിൻ്റെ ഭാഗത്ത് നമ്മൾ യെല്ലോ കൊടുത്തിട്ട് ആ മുട്ടിൻ്റെ സൈഡിൽ കൂടെ ഗ്രീൻ കളറും കൂടെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ പെയിൻറ്റിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് ഉണങ്ങിയതിന് ശേഷമാണ് ഈ ഒരു തുണി ഞാൻ ബാഗ് തയ്ക്കാനായിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഞാനതൊന്ന് പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞിട്ട് ഇനി നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇതാ കംപ്ലീറ്റ് ആയിട്ട് സെക്കൻഡ് കോട്ടും ഞാൻ ഈ ഒരു പൂവിനും ലീഫിനും കളർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൂവെല്ലാം ചെയ്തെടുത്തതിന് ശേഷം ഇതാ സ്ലിം ബാഗ് തയ്ക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ 2 കളറിലുള്ള തുണി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്നലെ നമ്മൾ സെറ്റിൻ്റെ ചുരിദാർ തയ്ച്ചതിനകത്ത് ഞാനൊരു പിങ്ക് കളർ തുണി എടുത്തിട്ടുണ്ടായിരുന്നു. ആ കളർ തുണിയും ഇതിനകത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ 2 പീസ് ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ലിം ബാഗ് തയ്ക്കാനായിട്ട് തുണി എടുത്തിരിക്കുന്നത് എത്ര ഇഞ്ച് വീതിയാണ്, എത്ര ഇഞ്ച് നീളമാണെന്ന് പറയുക. ഇതിൻ്റെ നീളം വന്നിട്ട് 10 ഇഞ്ചാണ് കേട്ടോ. പിന്നെ വീതി എടുത്തിരിക്കുന്നത് 8 ഇഞ്ചാണ്. അങ്ങനെ 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. 2 പീസ് തുണിയുടെ ഒരു സൈഡിലായിട്ട് നമ്മൾ സ്റ്റിഫ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ സാരി ബോർഡർ എടുത്തിട്ട് ഇത് സെറ്റ് സാരിയുടെ ബോർഡറാണ്. ആ ബോർഡർ 4 സൈഡിലും ആദ്യം ഒന്ന് വെച്ച് തയ്ക്കുകയാണ് കേട്ടോ. നമ്മൾ കണിക്കൊന്ന പൂ വരച്ചിരിക്കുന്നില്ലേ, ആ ഒരു തുണിയുടെ 4 സൈഡും ഈ ഒരു സെറ്റ് സാരിയുടെ ബോർഡർ സൈഡിൽ കൂടെ കൊടുക്കുകയാണേ. അത് 4 സൈഡിലും ആദ്യം ഒന്ന് കൊടുക്കും കേട്ടോ. ഇതാ 4 സൈഡിലും ആ സാരി ബോർഡർ തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇനി പിങ്ക് കളർ സാരി ബോർഡർ എടുത്തിട്ടുണ്ട്. ഇനി അതും സ്ക്വയറായിട്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ നിർത്തിക്കൊണ്ട് 4 സൈഡും അതും ഒന്ന് തയ്ച്ച് വെക്കുകയാണ് കേട്ടോ. പിങ്ക് കളർ ബോർഡർ എന്ന് പറഞ്ഞാൽ ഇന്നലെ സെറ്റ് മുണ്ട് വെച്ചിട്ടൊരു ചുരിദാർ തയ്ച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ബോർഡറാണ് കേട്ടോ ഈ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാ ഒരു സൈഡിൽ ഇതുപോലെ നീളത്തിൽ വെച്ച് തയ്ക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത 3 സൈഡും അതേപോലെ തന്നെ സ്ക്വയറാക്കി തയ്ച്ചെടുക്കണം കേട്ടോ, ബാക്കി ബോർഡർ വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സൈഡിൽ ഞാനിതാ ഈ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുന്നതാണ് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ഗോൾഡൻ കളർ 4 സൈഡും വെച്ചില്ല, അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിർത്തിക്കൊണ്ട് 4 സൈഡും ഇതാ ഇതുപോലെ മടക്കി വെച്ചിട്ട് അങ്ങ് തയ്ച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതത്രയും ഞാൻ തയ്ച്ചിട്ട് ഇനി കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരും, നല്ല ഭംഗിയില്ല. നടുക്ക് ഭാഗത്ത് നമ്മുടെ കണിക്കൊന്ന നിൽക്കുന്നു. 4 സൈഡും സാരി ബോർഡറും കൊണ്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിങ്ക് തുണി വരുന്നത് നമ്മുടെ ബാഗിൻ്റെ ബാക്ക് വശമായിട്ട് വരും. ഈ ഫ്രണ്ട് വരുന്ന കണിക്കൊന്ന ഫ്രണ്ട് വശമായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് 4 പീസും കൂടെ ഒരുമിച്ച് എടുത്ത് വെക്കാം. 4 പീസ് എന്ന് പറഞ്ഞാൽ 2 പീസ് ലൈനിങ് ആണ്. ഇത് 4ഉം കൂടെ ഒന്നിച്ച് വെച്ചിട്ട് ഇതിൻ്റെ 4 കോർണറും നമുക്ക് സ്ക്വയറായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഒരു 2 ഇഞ്ച് വെച്ച് നമുക്ക് അടയാളം ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സൈഡിൽ 2 ഇഞ്ച് വീതി 2 ഇഞ്ച് നീളം കറക്റ്റായിട്ട് അളവ് ചെയ്തിട്ട് അവിടെ സ്ക്വയറായിട്ട് അങ്ങ് വരച്ച് കൊടുത്തിട്ട്
4 കോർണറും നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ അടയാളം ചെയ്തിട്ട് കാണിക്കാം. കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം വീണ്ടും ഞാനിത് കാണിക്കുന്നതാണ്. ഇപ്പോൾ ഞാനിതാ കോർണർ ഒരു സ്ഥലം അടയാളം ചെയ്തിട്ടുണ്ട്. ബാക്കി 3 ഭാഗവും ഇതുപോലെ അടയാളം ചെയ്തിട്ട് അവിടെ അങ്ങ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സിബ് വേണം കേട്ടോ. സിബ് എടുത്തിട്ട് ഈ ഒരു തുണിയുടെ മുകളിലേക്ക് ഇതാ സിബ് ഇങ്ങനെ വെക്കുക. ഇതാ ഇതുപോലെ വെക്കുകയാണ്. ഇതുപോലെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ലൈനിങ് പീസ് എടുക്കുക. ലൈനിങ് പീസ് എടുത്തിട്ട് ഇതാ സിബിൻ്റെ മുകളിലേക്ക് ഇതാ ഇതിങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നേരെ അങ്ങ് തയ്ക്കുക. എന്നിട്ട് പിന്നെ ആ ലൈനിങ് ഉൾഭാഗത്തേക്ക് ആക്കിയിട്ട് നമ്മുടെ സെറ്റിൻ്റെ ബോർഡർ അടിച്ചേക്കുന്ന ആ ഭാഗത്തൂടെ നല്ല വശത്തോടെ സിബിൻ്റെ ആ സൈഡിൽ കൂടെ ഒന്ന് പതിച്ചുകൂടെ തയ്ക്കണം കേട്ടോ. ഇതാ ഇപ്പോൾ നേരെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഉൾഭാഗത്തേക്ക് ലൈനിങ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു സിബിൻ്റെ തയ്യൽ തുമ്പൊന്നും കാണാൻ പറ്റത്തില്ല. ഇങ്ങനെ നമ്മൾ ലൈനിങ് വെച്ച് തയ്ച്ചെടുത്ത് കഴിഞ്ഞാൽ കേട്ടോ. ഇനി ആ സൈഡിൽ കൂടെ ഒന്ന് പതിച്ചുകൂടെ തയ്ക്കണം. ഇതാ സിബിൻ്റെ ആ സൈഡിൽ കൂടെ നല്ല വശത്തൂടെ ഒന്ന് പതിച്ചുകൂടെ തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സിബിൻ്റെ അടുത്ത ഭാഗത്ത് നമുക്ക് അടുത്ത തുണിയും കൂടെ പിടിപ്പിക്കാം കേട്ടോ. നമുക്ക് ആ ലൈനിങ് എടുക്കുക. ലൈനിങ് എടുത്ത് താഴെ വശം വെക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ഈ സിബ് പിടിപ്പിച്ച തുണി എടുത്ത് ഇതാ ഇതുപോലെ വെക്കുക. എന്നിട്ട് ആ പിങ്ക് കളർ തുണി എടുത്തിട്ട് ഇതാ ആ സിബിൻ്റെ മുകളിലേക്ക് വെക്കുക. ഇതുപോലെ വെക്കുക കേട്ടോ. ഇനി അതിൻ്റെ മുകളിൽ കൂടെ നേരെ അങ്ങ് തയ്ച്ച് പോവുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ പിങ്ക് കളർ തുണി നല്ല വശമാക്കിയതിന് ശേഷം നമ്മൾ ആദ്യം സിബിൻ്റെ മുകളിൽ കൂടെ സൈഡിൽ കൂടെ പതിച്ച് തയ്ച്ചില്ല, അതേപോലെ തന്നെ ഇതിൻ്റെ അതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ തയ്ച്ച് കഴിയുമ്പോൾ നമ്മുടെ സിബിൻ്റെ ആ ഭാഗത്തെ തയ്യൽ തുമ്പും കാണത്തില്ല, ഉൾഭാഗമൊക്കെ കാണാൻ നല്ല നീറ്റായിരിക്കും. ഇതങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിലൂടെ പതിച്ചുകൂടെ ഒന്ന് തയ്ച്ചെടുത്തേക്കണം കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ ചെയ്യുന്ന കാണിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാഗിൻ്റെ തുണി ഒരു വശത്തേക്കും ബാഗിൻ്റെ ലൈനിങ് ഒരു വശത്തേക്കും വെക്കാം. അതിന് ശേഷം ഇതിൻ്റെ 4 സൈഡും തയ്ക്കണം. 4 സൈഡ് എന്ന് പറയുമ്പോൾ ഇത് ലൈനിങ്ങിൻ്റെ ഈ താഴ്വശത്ത് കുറച്ച് ഓപ്പൺ ഇട്ടിട്ട് ബാക്കിയുള്ള സ്ഥലം തയ്ക്കണം. സ്ക്വയറായിട്ട് കട്ട് ചെയ്ത ഭാഗം നമ്മൾ തയ്ക്കരുത്. ബാക്കി 4 സ്ഥലമാണ് തയ്ക്കണം എന്ന് പറഞ്ഞത്. ലൈനിങ്ങിൻ്റെ കുറച്ച് ഭാഗത്തൊന്ന് ഓപ്പൺ ആക്കിയിട്ടിട്ട് വേണം ഇതുപോലെ തയ്ക്കാൻ കേട്ടോ. ഇത് നമുക്ക് തയ്ക്കാനുള്ളത് ഇതിൻ്റെ 4 സൈഡും കോണ് കട്ട് ചെയ്തിട്ടുണ്ട്, സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ തയ്ക്കുക. അങ്ങനെ 4 സൈഡും ഇതുപോലെ ഒന്ന് തയ്ക്കണം കേട്ടോ. ലൈനിങ്ങിൻ്റെ ഭാഗവും ബാഗിൻ്റെ ഭാഗവും ഒന്ന് തയ്ക്കണം. ആ സിബ് വരുന്ന ഭാഗം മാത്രം ക്ലോസ് ചെയ്യല്ലോ കേട്ടോ. ബാക്കിയുള്ള സ്ഥലം ഒന്ന് ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്യണം. ഞാനിപ്പോൾ എടുത്ത് കാണിച്ചേക്കുന്ന പോലെ ഒന്ന് ക്ലോസ് ചെയ്തെടുത്തുകൊണ്ട് വരണേ. ഇവിടെ മാത്രം ക്ലോസ് ചെയ്യല്ലോ കേട്ടോ. ഇതപ്പം ബാക്കിയുള്ള ഭാഗമെല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈ താഴ്ഭാഗം ക്ലോസ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് വള്ളി തയ്ച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ സാരിയുടെ ബോർഡർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിങ്ങനെ ഒന്ന് മടക്കുക, ചെറിയ വീതിയിലൊന്ന് മടക്കുക. 52 ഇഞ്ച് നീളത്തിലാണ് സാരി ബോർഡർ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ മടക്കി ഒന്ന് തയ്ച്ചെടുക്കണം കേട്ടോ. അപ്പോൾ തയ്ക്കുന്ന കാണിക്കുന്നില്ല, ഇതുപോലെ വള്ളി തയ്ക്കുക എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഭാഗത്തിൻ്റെ വള്ളി തയ്ച്ചെടുത്തിട്ടുണ്ട്. 52 ഇഞ്ച് നീളവും 1/2 ഇഞ്ച് വീതിയിലുമാണ് തയ്ച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ബാഗിൻ്റെ ഈ ലൈനിങ്ങിൻ്റെ ഭാഗത്തോടെ ഈ വള്ളി ഇങ്ങനെ അകത്തോട്ട് കയറ്റാം. അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരാം കേട്ടോ. ഒരുപോലെ കൊണ്ടുവരണേ. എന്നിട്ട് താഴെക്കൂടെ നമ്മുടെ ലൈനിങ്ങിൻ്റെ താഴെക്കൂടെ ഭാഗത്തൂടെ ആ വള്ളി ഇങ്ങനെ താഴോട്ടങ്ങ് വലിച്ചെടുക്കണേ. വലിച്ചെടുത്തിട്ട് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ വലിച്ചെടുക്കുന്നത് കേട്ടോ. വലിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ ആ സിബിൻ്റെ ഭാഗം കണ്ട് ഇവിടെ ക്ലോസ് ചെയ്തിട്ടില്ല, ആ വള്ളിയും പിന്നെ ആ ബാഗിൻ്റെ തുണിയും ലൈനിങ്ങും ആ സിബിൻ്റെ നടുക്ക് ഭാഗത്ത് ആ വള്ളി വെച്ചിട്ട് ഇതുപോലെ അങ്ങ് എടുക്കണം. ഇങ്ങനെ എടുത്തിട്ട് ഈ സൈഡിൽ നിന്ന് അങ്ങ് ക്ലോസ് ചെയ്യുകയാണ് വേണ്ടത്. ഒരുപോലെ തന്നെ എടുക്കുക. ഇത് കണ്ടോ, ലൈനിങ്ങും ബാഗിൻ്റെ തുണിയും വള്ളി നടുക്കുണ്ട് ഒരുപോലെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് സൈഡിൽ നിന്ന് അങ്ങ് ക്ലോസ് ചെയ്യണം കേട്ടോ. ഈ എടുത്തിരിക്കുന്ന പോലെ തന്നെ അടുത്ത സൈഡും അതേപോലെ തന്നെ എടുത്തിട്ട് അങ്ങ് ക്ലോസ് ചെയ്യണം കേട്ടോ. നമുക്ക് ആ ലൈനിങ്ങിൻ്റെ ഓപ്പൺ ആയിരിക്കുന്ന ഭാഗത്തൂടെ നമുക്ക് ബാഗൊന്ന് നല്ല വശമാക്കി എടുക്കാം കേട്ടോ. ഇതുപോലെ നല്ല വശമാക്കി എടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് ഭാഗം ഒന്ന് ഓപ്പൺ ആണല്ലോ ലൈനിങ്ങിൻ്റെ, അത് തയ്ച്ചിട്ട് പിന്നെ ആ ലൈനിങ് അങ്ങ് ഉൾഭാഗത്തേക്ക് ആക്കി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതപ്പോൾ നല്ല വശമാക്കി എടുത്തിട്ടുണ്ട്. ഇനി ആ കുറച്ച് ഓപ്പൺ ആയിരിക്കുന്ന ഭാഗം അതൊന്ന് നല്ലോണം വെച്ചിട്ട് ഒന്ന് ക്ലോസ് ചെയ്യണം കേട്ടോ. ക്ലോസ് ചെയ്തിട്ട് ബാഗിൻ്റെ ഉള്ളിലേക്ക് ആ ലൈനിങ് അങ്ങ് ആക്കി കൊടുത്താൽ മതി കേട്ടോ. അവിടെ തയ്ച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ബാഗിൻ്റെ ഉള്ളിലേക്ക് ആ ലൈനിങ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബാഗിൻ്റെ ഫുള്ളായിട്ടുള്ള സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം കൈയിട്ട് നന്നായിട്ട് തന്നെ ആ ബാഗൊന്ന് നല്ല ഷേപ്പാക്കി എടുക്കണം കേട്ടോ.
അടിപൊളിയായിട്ടുള്ള സ്ലിം ബാഗാണ് കേട്ടോ. ഇതാ കണിക്കൊന്ന പൂവൊക്കെ നല്ല വിരിഞ്ഞ് നിൽക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് മൊബൈലും നമ്മുടെ അത്യാവശ്യമായ സാധനങ്ങളെല്ലാം നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു സ്ലിം ബാഗാണ് കേട്ടോ. ഇനി ഇതേപോലെ ഒരു മോഡല് ഒരു സ്ലിം ബാഗ് നിങ്ങൾക്ക് തയ്ക്കണമെങ്കിൽ ഇനിയിപ്പോൾ സാരി ബോർഡറൊന്നും വേണമെന്നൊന്നും ഇല്ല കേട്ടോ. ഏതെങ്കിലും തുണി എടുത്താലും നമുക്ക് ഇതേപോലത്തെ തന്നെ ബാഗ് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ വിഷു ആയതുകൊണ്ടാണ് ഞാൻ ഇതുപോലൊരു കണിക്കൊന്ന പൂവൊക്കെ അതിന് ഒരു ഡിസൈനൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്നും കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ചെറിയൊരു സ്ലിം ബാഗ് വേണമെങ്കിൽ നമുക്ക് സാധാ ഒരു തുണി എടുത്തിട്ട് അങ്ങ് തയ്ച്ചെടുത്താലും മതി. അപ്പോൾ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ഇതുപോലൊരു പൂവൊക്കെ വെച്ചിട്ട് ഇതുപോലൊരു ബാഗൊക്കെ തയ്ച്ച് കൊടുക്കണം. അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും പുറത്ത് പോകുമ്പോൾ ഈ ഒരു വിഷു ടൈമിൽ കൊണ്ടുപോകാൻ പറ്റുകയാണ്. ഇപ്പം നമ്മുടെ വിഷു ആകുമ്പോൾ കണിക്കൊന്ന പൂവുള്ള ഡ്രസ്സായിരിക്കും. അപ്പോൾ അതിന് മാച്ച് ആകുന്ന ഒരു ബാഗും കൂടെ ആയാൽ എന്താ കുഴപ്പം. അപ്പോൾ ഇതാ ഞാനൊന്ന് ഇട്ട് കാണിക്കാം കേട്ടോ. അടിപൊളി ഒരു ബാഗാണ്, കുഞ്ഞൊരു ബാഗുമാണ്. അപ്പോൾ ഇതാ നമുക്ക് ഇതുപോലെ നമുക്ക് ഇട്ടുകൊണ്ട് പുറത്തൊക്കെ കൊണ്ടുപോകാൻ പറ്റിയൊരു ബാഗല്ലേ. ഇതുപോലൊരു സ്ലിം ബാഗ് തയ്ക്കാനാണെങ്കിൽ അധികം സമയമൊന്നും വേണ്ട. നമുക്കൊരു 5 മിനിറ്റുള്ളിൽ തന്നെ തയ്ച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ നമ്മൾ കണിക്കൊന്ന പൂവൊക്കെ പെയിൻറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് അതിനും അധികം സമയമൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഈ വിഷു ടൈമിൽ ഇതുപോലത്തെ ഒരു സ്ലിം ബാഗ് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ ഇഷ്ടമാണെങ്കിൽ ഒരു വട്ടം ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ഗുഡ് നൈറ്റ്.